സ്വയം കഥയായി മാറിയ ഇതിഹാസമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ലളിതമായ ഭാഷാശൈലി കൊണ്ട് വായനക്കാരുമായി സംവദിക്കുന്ന അദ്ദേഹം മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് സ്പർശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൽ ചാലിച്ചെഴുതിയ നാടകം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ഇതൊരു നോവലായിരുന്നു. അതിൻ്റെ നാടകാവിഷ്കാരമാണ് ഇവിടെ. വേദിയിൽ മണ്ടൻ മുത്തപ്പ, ഏലൂർ മുരളി, എട്ടുകാലി മമ്മൂഞ്ഞ്, മുഹമ്മദ് അലി, ആനവാരി രാമൻ നായർ, കെ മധു, പൊൻകുരിശ് തോമ, വി ചന്ദ്രൻ, സൈനബ, വാണി വർമ്മ, പോലീസുകാരൻ PK അസീസ്, ജുബ്ബക്കാരൻ ജലീൽ, ഒറ്റക്കണ്ണൻ പോക്കർ PD ഡേവിസ്, ഗ്രൂപ്പ് മജീദ്, ഋഷിദ, ബക്കർ, പ്രസാദ്. ചമയം പട്ടണം റഷീദ്, പട്ടണം ഷാ, KM സോമൻ, ബൈജു C ആൻ്റണി. ശബ്ദവിതരണവും ദീപവിധാനവും ബൈജു C ആൻ്റണി, PK രാജീവ്. സ്റ്റുഡിയോ നാസർ സോനം സ്റ്റുഡിയോ. നാടകാവിഷ്കാരവും സംവിധാനവും PD ഡേവിസ്. വേദിയിൽ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ സ്വാനുഭവങ്ങളെ കഥയുടെ രൂപത്തിൽ അവതരിപ്പിച്ച് അനുഭവ തീവ്രതയേറിയ ഒരു ലോകം നമ്മുടെ മുന്നിൽ തുറന്നിട്ട കഥാകാരനാണ് ബഷീർ. അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ സമകാലീനരായ കഥാകൃത്തുക്കളിൽ ആരിലും കാണാത്ത പ്രത്യേകതകൾ കൊണ്ട് ആ വ്യക്തിത്വത്തിന് മറ്റു പലർക്കും കിട്ടാത്ത വലിപ്പം ലഭിച്ചു. തനിക്ക് വഴങ്ങുന്ന രീതിയിൽ എഴുതിയപ്പോൾ കഥാശാഖകൾക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന അതിർവരമ്പുകൾ ഇമ്മിണി വല്യമട്ടിൽ പൊട്ടിത്തകർന്നു. ഈ ഞാൻ തന്നെയാണ് നാം ഓരോരുത്തരുമെന്ന് തിരിച്ചറിയുന്നിടത്താണ് ബഷീറുമായി ആത്മബന്ധമുണ്ടാകുന്നത്. ആ സർഗസബരിയിൽ വിടർന്ന തനത് സ്വരൂപം ദർശിക്കാൻ കഴിയുന്ന ഒരു കൃതിയാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ഈ രചനയിലൂടെ പുതിയൊരു ലോകത്തെ വരച്ചു കാണിക്കാൻ ബഷീറിന്റെ മൗലിക പ്രതിഭയ്ക്ക് സാധിച്ചു. പുരോഗതിയുടെ പകിട്ടും കൃത്രിമത്വവും ഏശിയിട്ടില്ലാത്ത സ്വച്ഛസുന്ദരമായ ഒരു നാട്ടിൻപുറം. മോഷണവും മുച്ചീട്ടുകളിയും ഉൾപ്പെടെ ഓരോരുത്തരും അവരവരുടെ തൊഴിൽ കണ്ടെത്തുന്ന വിചിത്രമായ ഒരു അനുഭൂതിയാണ് അനുവാചകന് ബഷീർ ഈ കഥയിലൂടെ നൽകുന്നത്. ഞങ്ങൾ വിനയപൂർവ്വം ആരംഭിക്കട്ടെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. സാധനം വാങ്ങടാ ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി കളി. ഇങ്ങള് പേടിക്കണ്ടെന്ന് ഏമാ ഞമ്മടെ ആളാ. ഡാ ഒറ്റക്കണ്ണ പോക്കറേ, ഇന്നത്തെ പിരിവ് കത്തിച്ചില്ലല്ല. മോന്തി അണയ്ക്കുമ്പോ എത്തിക്കേമാന്
ആ എത്തിച്ച അനക്ക് കൊള്ളാം. എടാ വായത്തലക്കാരാ, നിന്റെ അടുത്തേക്കണ അത്ര പൂശിക്കണവൻ മണ്ടമുത്തപ്പേട്ടാ. നിന്റെ മടിക്കുത്ത് സൂക്ഷിച്ചോട്ടാ. അയ്യോ, എന്റെ പൈസ കാണാനില്ല. ആരോ എന്റെ പോക്കറ്റ് അടിച്ചു. ദേവോട് മുത്തപ്പ പിടിയാവലേ. അയ്യോ ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ മൂക്ക് ചിത്ത് ഞാൻ ഉപ്പിലിടും. എന്തിനടാ ചെറ്റകളെ നിങ്ങൾ ഈ പാവത്തിനെ തല്ലിയത്? കർത്താവേ, ചോര! നമ്മളെ മൂക്കിന്ന് സോന വന്നേ, നമുക്ക് സാധനം പോലെ നമുക്ക് ശ്വാസം കിട്ടണില്ലേ? അല്ലോ, ഏത് നായന്റെ മോനാടാ ഈ നാട്ടിൽ വന്ന് ഇവനെ തല്ലിയത്? എന്തിനാണ് അവിടെ തല്ലിയത്? പോക്കറ്റ് അടിച്ചിട്ടാ. അല്ലോ, നമുക്ക് ശ്വാസം മുട്ടണേ. ഒന്നും മുണ്ടാതിരിക്കടാ. പോക്കറ്റടിച്ച നീയൊക്കെ തല്ലുവോ? ആലവരി നിങ്ങൾ സംഭവം കഴിച്ചിലാക്കുന്നു. ഞമ്മടെ കളിക്ക് വെറുതെ ടർച്ചുണ്ടാക്കല്ലെന്ന്. പോക്കരെ, അന്യ നാട്ടിൽ നിന്ന് ഒരുത്തൻ വന്ന് നമ്മുടെ നാട്ടിലെ ഒരുത്തനെ തല്ലിയ നമ്മ കൈയും കിട്ടി നോക്കി നിൽക്കണം. ഡേ ആനവാരി, പോക്കര് പറയണതിലും കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം വേഗം അങ്ങ് തീർക്കാം. ഡേ ജുബ, നീ ഇഞ്ഞ് വന്നേ. നീ ഏത് നാട്ടുകാരനാണ്? ഞാനൊക്കരെ ഉള്ളതോ? നിനക്ക് ഞങ്ങൾ ആരെന്നറിയാമോ? ഇല്ല. ഈ അണ്ടകടാഹത്തിൽ കേട്ട വിറക്കണ ആളുകളാണ് ഈ ആനവാരിയും പൊൻകുരിശും. മനസ്സിലായോടാ? ആ, വേഗം സ്ഥലം വിട്ടോ. അപ്പൊ എന്റെ പൈസ? ഓന്റെ പൈസ ഈ പുളുസാന്റെ വായിക്കയിട്ട് അകവും പുറവും തിരിച്ചു കളഞ്ഞാൻ. പൊയ്ക്കൊടാ. പൊയ്ക്കോട ഹിമാറെ, വെറുതെ തല്ലുകൊണ്ട് ചാകണ്ടെങ്കി പോടാ. എന്ത് കാണാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? എല്ലാരും പിരിഞ്ഞു പോയിൻ. ആരും പോകരുത്, കളിച്ചിട്ട് പോക. ആരും പോകരുത്. ബേ രാജാ ബേ, 1 വെച്ചാ 2, 2 വെച്ചാ 4, 1 വെച്ചാ 2, 2 വെച്ചാ 4. ഇന്നത്തെ കളി കാര്യമായി. എടാ മുത്തപ്പ, നീങ്ങ വന്നേ. ഒരു തൊഴിലെന്ന നിലയ്ക്ക് പോക്കറ്റടി ഒരിക്കലും മോശമല്ല. പക്ഷേ ഈ തൊഴിലിന് ഏകാഗ്രത വേണം, ക്ഷമ വേണം. ഇത് രണ്ടും നിനക്കില്ലാതായി പോയി. അതാണ് ഈ കിട്ടിയത്. ഒരു നല്ല പോക്കറ്റടിക്കാരൻ ഒരു നല്ല സാമൂഹ്യ ജീവിയായിരിക്കണം. മനസ്സിലായോ? ഇങ്ങക്കൊന്നും വേറെ പണിയില്ല. ഈ മണ്ടനാറാൻ പറഞ്ഞോന് ജീവിതം പറഞ്ഞു കൊടുക്കാണ്ട് വെക്കം പേരെ പോകാൻ നോക്കിന്. താമ്പോടെ ഒറ്റക്കണ്ണിന് ഇബിലീസ് മണ്ണീസ് മങ്കി തന്നെ മറ്റേ കണ്ണും കൂടി ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇക്ക ഷീട്ടുകളി ഞമ്മ പഠിപ്പിച്ചു തരും. പോടക്കൈതേ പോയിത്തൊരു തലച്ചോറായിട്ട് ബാ. അങ്ങനെ നമ്മളെ കൈ ഒയ്യാതിരിക്ക. ഈ ഷീട്ട് കളിന്ന് വെച്ചാല് അതൊരു കലയാണ്. അന്നെ പോലെ മണ്ട മടക്കൂസിനെ കൂടെ കൂട്ടിയ നമ്മളെ കായ മുഴുവനും പോക്ക. അങ്ങനെ പറയാതിരിക്ക. നമ്മളെ ഒന്ന് കൂട്ടി നോക്ക്. എന്നാ കേട്ടോളി. ഈ ഷീട്ട് കളിക്കാർക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? അറിയൂല. ഒരു വൃത്തിയുള്ള കള്ളാസ്. ഇന്നാ കള്ളാസ്. ഈ കള്ളാസ് നിലത്തിങ്ങനെ വിരിക്കണം. ഇനി ഞമ്മക്ക് 4 വൃത്തിയുള്ള ഉരുളങ്കല്ല് വേണം. ചെല്ലേ. ഇന്നാ പിടിച്ചോ കല്ല്. ഇതിങ്ങനെ കള്ളാസ്
ഗ്ലാസിന്റെ 4 വശത്തും വെക്കണം. അതെന്തിനാണെന്നറിയാമോ? അറിയൂല. അല്ലെങ്കിൽ കാറ്റ് വരുമ്പോ കള്ളസ് പറന്നു ഇളക്കി മാറേ. ഓ, ഇക്കാട് ഒടുക്കത്തൊരു പുത്തി. എന്നിട്ട് ഷീട്ടെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നല്ല ഈണത്തില് നല്ല താളത്തില് വിളിച്ചു പറയണം, ബൈ രാജാ ബൈ, ബൈ രാജാ ബൈ, 1 വെച്ചാ 2, 2 വെച്ചാ 4, ആർക്കും വെക്കാം, എവിടെയും വെക്കാം. ഇനി നീയൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഒന്നുകൂടി പറയിക്കാം. ഇവന്റെ കുരു. ബൈ രാജാ ബൈ, ബൈ രാജാ ബൈ, 1 വെച്ചാ 2, 2 വെച്ചാ 4, ആർക്കും വെക്കാം, എവിടെയും വെക്കാം. നീയൊന്ന് പറഞ്ഞേ. ബേ രാജാ ബേ, 1 വെച്ച 2 കിട്ടും, 2 വെച്ച 4 കിട്ടും, അരിക്കും ബേക്കാം, എപ്പോഴും ബേക്കാം, ബേ രാജാ ബേ. അങ്ങനെ ബേ രാജാ ബേ. ഇതെന്താ കോലുകളിയാ? ഇതാ ഞമ്മ പറഞ്ഞ അനക്ക് പോക്കറ്റടിയേ പറ്റുള്ളൂ. ഇക്ക എന്താ ഇക്ക, ഞമ്മൊരു കാര്യം ചോദിച്ചാ ഞമ്മളെ കളിയാക്കോ? വല്ല മണ്ടത്തരോ ഇരിക്കും. ആ സോദിക്ക്. അത് നമ്മളെ മൂക്കി കൂടി പുക വിടാൻ പഠിപ്പിച്ചു തരുവാ. അന്റെ പൂതി കൊള്ളാല. അപ്പൊ ഇതുവരെ മൂക്കി കൂടി പോയിട്ടില്ല? ഇല്ല. സംഗതി ഇച്ചിരി പാടാ. അല്ല, നമ്മള് മൂക്കി കൂടി പുക വിടാൻ പഠിപ്പിച്ച ഞമ്മക്കെന്ത് തരും? ഇക്കാക്ക് ഞമ്മളൊരു 8ന്റെ അണ തരും. നടക്കൂല മോനെ. ഞമ്മക്ക് 2 8ന്റെ അണ തന്നാ പഠിപ്പിക്കാം. 2 എട്ടണയെങ്കിൽ അങ്ങനെ, പക്ഷെങ്കിൽ നമ്മുടെ കയ്യില് 1 എട്ടണേ ഉള്ളു. 1 എട്ടണ നാളെ തരാം. മതി, നാളെ മതി. ആ, നോക്കിക്കോളി. ഒന്നൂടെ വലിച്ചോ. ദാ ഒന്നൂടെ വലിക്കേ. എടാ ഹിമാരെ വാ പൂട്ടിപ്പിടിച്ച് മൂക്കി കൂടി പുക വിടണ. അല്ലോ, പോയി. എന്ത്? നമ്മുടെ മൂക്കി കൂടി പുക പോയി. പോയാ? അന്റെ മൂക്കി കൂടി പുക പോയാ? എന്താ ബെക്കം പൈസ എടുക്ക്. നമ്മള് മൂക്കി കൂടി പുക വിടാൻ പഠിച്ചേ. നമ്മുടെ 2 മൂക്കി കൂടി പുക പോയേ. പടച്ചമ്പരാനെ, ഇങ്ങനെയുണ്ട പണ്ട പടക്കൂസുകൾ. അവക്കടെ ഒരു പുളുങ്കൂസ് മൂക്കുത്തി. 5.5 ദരിദ്രവാസി. അല്ലോ, ബായക്കൊല പുഴയെ കൂടി നടന്നു പോണ. അല്ലോ, ഇതെന്താ ബായക്കൊലക്ക് ചെലുത്താൻ കൂടിയ? സൈനബോ, ഓ, ബായക്കൊലയും കൊണ്ട് സന്ധ്യന്ന് ഭരിയിരിക്കും. ഇക്ക വെറുതെ ഇരിക്കുക? ആ, വെറുതെ കാറ്റും കൊള്ളാം, കൊല നടക്കണത് കാണുകയും ചെയ്യാം. അല്ലോ, ആരെ കൊല്ലുന്ന കാര്യമാ ഇക്ക പറയണത്? ആ കൊലയല്ല ഈ കൊല. ഇത് ബായക്കൊല, ഷൈനബാന്റെ ബായക്കൊല. ശന്തയിലിപ്പ വലിയ ബലയാ ബായക്കൊലയ്ക്ക്. എന്തിനാ സൈനു ഈ ഇക്കാന്റെ അടുത്ത് നുണ പറയണത്? സൈനു, ജി ചെയ്തത് ശരിയാണ്. അതിക്ക നമ്മളൊന്നുമില്ല. വള്ളങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് ബായക്കൊലയിൽ ശൂണ്ട കൊളത്തി വള്ളം പോകുമ്പോ പയ്യെ വലിച്ചെടുക്കുക. ഇത്
തെറ്റല്ലേ സൈനബ? തെറ്റായിട്ടാണാ ഇക്ക കണ്ടതൊക്കെ പോക്കറ്റ് അടിച്ച് മാറ്റണത്? ആണുങ്ങളെ പോലെയാണ് പെണ്ണുങ്ങള്. ജീ ചെയ്തത് ശരിയാണോ? ജീ ഇങ്ങനെ ചെയ്യോ? ഇല്ല. എന്നാ പോയി വെക്കൻ തലേം തോർത്തി മുണ്ടും കുപ്പായവും മാറ്റി പനി പിടിക്കും. ഇക്ക വരൂലേ കടയിലോട്ട്? വായക്കൊലായിട്ട് നമ്മൾ വന്നോളാന്ന്. ജീ പൊയ്ക്കോ. മഹാത്മാഗാന്ധിയുടെ ദണ്ഡയാത്ര പോലീസ് തടഞ്ഞു. എപ്പാ? നമ്മള് കണ്ടില്ലല്ലോ. ഒന്നും ഉണ്ടായില്ല. KPSCയുടെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ആര് പറഞ്ഞ്? ഞമ്മളാണ് ആക്കിയത്. കഴിക്കാൻ വന്നേ കഴിച്ചിട്ട് പോടാ. ഈ പയത്തിന് എന്ത് ബലയാ പോക്കരിക്ക? 4 അണ. ഹോ, ഒടുക്കത്തെ ബലയാണല്ലോ. സന്ധ്യന്ന് ബായക്കൊല വെറുതെ തരാൻ ഞമ്മടെ ഉപ്പൂപ്പാക്ക് കച്ചവടമൊന്നുമില്ല. ഇത് ഞമ്മടെ മോള് സൈനബ വെയില് കൊണ്ട് സന്ധ്യ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. സൈനബ, ഇവിടെ ഒരു പൊട്ടും കടലേ. സൈനബ എന്തിയേ? എന്താ സൈനബ നാളെ ഇജ്ജ് കഴിക്കൂ? ഞമ്മ എന്നാ കഴിക്കൂല? ഈടോ പോക്കരെ, ആ പെങ്കൊച്ചെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ആ നൃത്തന്റെ കൂടെ ഒന്ന് പറഞ്ഞയക്കണ്ടേ? പെങ്കൊച്ചൊരുത്തി പുറഞ്ഞെറിഞ്ഞ് നിൽക്കണത് ഇയാൾ അറിയണ്ട. ഇയാൾക്ക് മുച്ചിട്ട് കളിച്ച് കിടന്നാ പോരെ. സൈനബാനെ ഓർത്ത് നിങ്ങളാരും ബേജാറാകണ്ട. അതെന്താ? അല്ലെങ്കിലും ഇവിടെ ഒരുത്തൻ പെണ്ണ് കെട്ടാതെ നടന്ന ആർക്കും ഒരു വിഷമവും ഇല്ല. എടാ എട്ടുകാലി ഒമ്മൂഞ്ഞെ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ കേട്ടോ. എന്നാ കേട്ടോ, ഹൈദ്രോസിന്റെ മോള് പാത്തുമ്മയ്ക്ക് പ്രേമലേഖനം കൊടുത്തെന്ന് പറഞ്ഞു ഓള് ഉമ്മാന്റെ പുറയെ കൊണ്ടാക്കി. അതിന് അനക്കെന്താ? ആരാ പ്രേമലേഖനം കൊടുത്തേ? ആരാ? ഞമ്മള്, അല്ലാണ്ട് ആരാ? നീയാ? ഇതാ ഞമ്മ പറഞ്ഞ വിശ്വസിക്കൂല. അത് കള. ഞമ്മ ലച്ചമ്മയുടെ കോളനിയിലെ പങ്കജാച്ചിയുടെ മോക്ക് തങ്കമണിക്ക്. ആരാ അതിന്റെ ആള്? ആരാ? ആരാ? അത് നമ്മുടെ കഴിവാ. എടാ മമ്മൂഞ്ഞെ, നീ ഈ വേണ്ടാതീനം പറഞ്ഞ് നടന്ന നാട്ടുകാർ നിന്നെ തല്ലിക്കൊല്ലും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഒന്ന് പോകാൻ പറ. ദേ ഇപ്പൊ തങ്കമണിയെ കെട്ടിച്ചെന്നാലും ഞമ്മള് കെട്ടും. പള്ളഹിമാറെ, അവനോന്റെ ജാതി മതം നോക്കണ്ട. എനിക്ക് അന്യജാതിന്ന് പെണ്ണ് വേണമെന്നാ. പിന്നെ ജി ദുനിയാവിലുണ്ടാവൂലട്ടാ ചെയ്ത്താനെ. വേണ്ട, എന്നാ പിന്നെ സൈനബേനെ ഞമ്മക്ക് കെട്ടിച്ച് തന്നേര്. അത് ന്യായം. എന്ത് ന്യായം? എടോ, 150 ഉറുപ്പ്യ ആവശ്യത്തിന് പണ്ടവും കരുതി വെച്ചേക്കണത് ഞമ്മടെ മോളെ ഇതുപോലത്തെ ഹമുക്കുകൾക്ക് പിടിച്ചു കൊടുക്കാനല്ല. മനസ്സിലാക്കിക്കോ. കാര്യം പറയുമ്പോ ഇയാൾ എന്തിനാ ചൂടാവണേ? ഞമ്മടെ മോളെ വിചാരിച്ച ആരും ബേജാറാവണ്ട. എന്തു വേണോന്ന് ഞമ്മക്കറിയാം. അതുള്ളതാ. സൈനബ, മോൾ എനിക്കൊരു ചായയും കൂടി എടുത്തോ. തോമ, അന്റെ പറ്റിത്തിരി കൂടുന്നുണ്ട്. ഓ, പറ്റില്ലെന്തിരിക്കുന്നു, അതങ്ങ് തരും. തരും തരും തരും. മോളെ സൈനബ, കണ്ട ശൈത്താമാരിക്കൊന്നും ഇനി കടം കൊടുക്കണ്ട. ആരെയാണ് ശൈത്താമാരെന്ന് വിളിച്ചത്? ശൈത്താമാരെ പിന്നെ എന്ത് വിളിക്കണം? ഈയുടെ പൊൻകുരിശെ, ഇയാൾക്കിടെ തെറിയും തേപ്പും കേൾക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മൾ തറവാടികളാണ്. താമാടൂ. ഞമ്മളും ഒരു തറവാടിയാണ്. ഞമ്മളും പറയണ വേണ്ട
വേണ്ടാന്ന് വെക്കുമ്പോ തലേ കയറി നിരങ്ങണ്. മോളെ സൈനു, ബാപ്പ പോയിട്ട് വരാം. ഇന്ന് ശാന്ത ദിവസമാണ്. ബാപ്പ ഇന്നൊരു ബാരും. എന്താ വേണ്ടത്? എന്താ ഉള്ളത്? ചായക്കടയിൽ എന്താ ഉള്ളത്? അതൊക്കെയുണ്ട്. അനി ഇങ്ങടെ കായണ്ട. വാഴക്കൊല 2 ദിവസം കൊണ്ട് തീരും അല്ലേ സൈനബ? ഇക്കാക്ക് പുട്ടും കടലയും വേണോ? കടലയും പുട്ടും വേണോ? അതിനെന്റെ കൈ കായ് വേണ്ടേ സൈനബ? കായ എന്തിനാണ്? എന്തിനാണ്? നമ്മൾ തമ്മിൽ അങ്ങനെ കണക്ക് പറയാൻ കൊള്ളാമോ? എങ്ങനെ 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 എങ്ങനെ? വാഴ കൊല വെള്ളം. ഇക്ക ഇരിക്ക്. ചായക്ക് നല്ല കടുപ്പം വേണോ? കടുപ്പവും വേണ്ട, മധുരവും വേണ്ട, ചായയും വേണ്ട. പിന്നെ ഞമ്മക്ക് വേണം. ഇക്ക എന്താണ് ഈ പറയണത്? വാപ്പയെങ്ങാനും കേട്ടാ തല വെട്ടും. വെട്ടാൻ വരട്ടെ, ഞമ്മള് കാണിച്ചു കൊടുക്കാം. നമ്മുടെ പാപ്പ നമ്മുടെ തല വെട്ടുന്നതിന് നിങ്ങൾക്ക് എന്താണ്? അത് പിന്നെ ഒന്നുമില്ല. ഇക്കാക്ക് നമ്മളെ പെരുത്തിഷ്ട? ഞമ്മക്കും ഈ പോക്കറ്റടിക്കാരനെ പെരുത്തിഷ്ട. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. സൈനബ 2 ചായ. ഈടോ പൊൻകുരിശേ, ഇവൻ ഇത് ഏത് സമയം നോക്കാൻ ഇവിടെ തന്നെയാണല്ലോ. പക്ഷേങ്കി ഇവന്റെ പറ്റിനും ശരീരത്തിനും ഒരു വളർച്ചയില്ലല്ലോ. ഡേ ആനവാരി, ദേ ഇവന്റെ പുട്ടിന്റെ അകത്തൊരു മുട്ട. ഇതെന്താ മുട്ടപ്പുട്ടോ? അല്ലോ, മുട്ട നമ്മളിതുവരെ കണ്ടില്ലല്ലോ. ഹോ, മുട്ടയോ? അക്രമം, അനീതി. ഇതിനെ നമ്മൾ എതിർക്കണം. എല്ലാവർക്കും സൈനബ സാദാ പുട്ട് കൊടുക്കുമ്പോൾ ഈ മുത്തപ്പയ്ക്ക് മാത്രം മുട്ടപ്പുട്ട്. ഇതിലെന്തോ ഉണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ രണ്ടാളും ഒന്ന് എണീറ്റ് പോയി. ഡേ പൊൻകുരിശേ, ഇന്നലത്തെ മഴയത്ത് മുളച്ച ഈ പീക്കരി പെണ്ണ് ഈ ആനവാരി അവമാനിച്ചിരിക്കുന്നു. ഇനി ഈ ആനവാരി രാമൻ നായർ ഈ കടയില് കാലെടുത്ത് കുത്തൂല്ല. വാടോ പോരാനോ. പോക്കര് ഞങ്ങളെ സേത്താമാരെന്ന് വിളിച്ചെന്ന് വെച്ച്
ഞങ്ങൾക്ക് നിങ്ങളോട് കയറുവൊന്നുമില്ല. താൻ പാടോ പൊൻകുരിശേ. നമ്മൾ അപ്പോഴത്തെ ദേഷ്യത്തിന് വിളിച്ചല്ലേ, നിങ്ങൾ പൊറുക്ക്. അത് വിട്ടുകള. നിങ്ങൾ എന്താണ് ഇങ്ങനെ ആലോചിക്കണത്? ഞമ്മടെ മോള് സൈനബാനെ പറ്റി ആലോചിക്കായിരുന്നു. സൈനബാക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടല്ലടോ പൊങ്കുരിശേ. അവളെ നല്ല പിടിപ്പുള്ള ഒരാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് സമാധാനമായിട്ട് മരിക്കാൻ. ഇതിനു വേണ്ടിയാ നമ്മൾ ഈ സമ്പാദിക്കുന്നത് മുഴുവൻ. പോക്കരെ, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗത്തെ വിശ്വസിക്കരുത്. അല്ല, ഞാൻ സൈന്യബെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. അല്ല, ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? എന്താണോ പൊൻകുരിശേ പ്രശ്നം? അത് അങ്ങയോട് ചോദിക്കേ. അല്ല, എനിക്ക് സംഭവം അത്രയ്ക്ക് അങ്ങ് വിശ്വാസം വന്നിട്ടില്ല. എന്നാലും ഇന്നാട്ടില് ഇങ്ങനൊരു വർത്തമാനം ഉണ്ടോ എന്നാണ് എന്റെ സംശയം. എന്ത് വർത്താനം? നിങ്ങൾ ഈ മനുഷ്യനെ ബേജാറാക്കണ്ട്, കാര്യം വേഗം പറഞ്ഞു കൊടുക്ക്. അത് പോക്കരെ, നമ്മുടെ മുത്തപ്പയും നമ്മുടെ സൈന്യബയും തമ്മില് പറഞ്ഞോടാ കള്ളഹിമാറെ. അതിന്റെ മറ്റേ പണി ഞമ്മളെ പോക്കെടുത്താലണ്ടല്ല. എടുത്താ താൻ എന്നെ മൂക്ക് വലിച്ചു കെട്ടു. വേണ്ടി വന്നാ കേറ്റോടോ. അതിന് എന്റെ മൂക്കിന്റെ ഓട്ട പോരാ മോനെ. എടു പോക്കരെ, ഇനി എന്റെ അടുത്ത് കളിച്ച എന്റെ മോളെ ഞാൻ മണ്ട മുത്തപ്പനെ കൊണ്ട് കെട്ടിക്കും. മനസ്സിലായോ? അതിലും വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരും മോനെ. ഞമ്മളെ മോളെ മണ്ട മുത്തപ്പ കെട്ടിയാലുണ്ടല്ലോ, ആ കാക്ക മലന്ന് പറക്കും. ഞമ്മളെല്ലാവരോട്ട് പറയണ്, ഞമ്മടെ മോക്കട വെക്കിട്ട് കയറാൻ വന്ന ഈ പോക്കര് മഹാപോക്കരിയാ, സൂക്ഷിച്ചോ. അറിഞ്ഞ എന്ത്? നമ്മുടെ പോക്കറ്റ് മോളില്ലേ സൈനബ, സൈനബക്ക് എന്ത് പറ്റി? ഓളും നമ്മുടെ മണ്ട മുത്തപ്പയും തമ്മിൽ ലോഹ്യത്തിലാ. നിർത്തടാ കള്ള സുമറെ. അപ്പൊ നീയാലേ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കരുത്. പോക്കരെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അത് ഞമ്മക്ക് മനസ്സിലായി, ഞമ്മ എല്ലാം കേട്ടല്ല. ഞമ്മടെ കൂടെ കൂടാനും ഞമ്മടെ ഉപദേശിക്കാനും ആരും വരണ്ട. വേണ്ടെങ്കിൽ വേണ്ട, താൻ അനുഭവിക്കും. വാടോ. ആയിരിക്കും വേണ്ടെങ്കിൽ സൈനബന ഞമ്മക്ക് തന്നേര്. ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാരും ചതിയന്മാരാ, എല്ലാരും ചതിയന്മാരാ. ചീട്ടുകളില് നമ്മളെ തോപ്പിക്കാൻ ഈ ദുനിയാവിൽ കൈവെള്ളവന് കൊടുക്കും ഞാൻ സൈനബാനെ. ഇക്കാലെ സീറ്റുകളെ തോപ്പിക്കാൻ മുത്തപ്പായ കൂട്ടലും വരുന്നുണ്ട്. ഏത് ചെറ്റയ്ക്കും വെക്കാം, ഏത് കൈതമോട് താങ്ങിക്കും വെക്കാം. ഏത് ചെറ്റയ്ക്കും വെക്കാം, ഏത് കൈതമോട് താങ്ങിക്കും വെക്കാം. നമ്മൾ വെക്കാൻ പോവുകയാണ്. നമ്മക്ക് കളിക്കാൻ വേണ്ടി ഈ ഒരു റുപ്പിക തന്നതാരാണെന്ന് അറിയാമോ? ആരും എത്തരുത്. നമ്മടെ കരള്, നമ്മടെ പുന്നാര മുത്ത് പറയൂല. രാജാബേ, ആർക്കും
മതിയടാ മോനെ മതി. ഇനി ബാക്കി കാര്യം ഞങ്ങളേറ്റു. എന്താ പോക്കരെ, ഇനിയും കളിക്കണോ അതോ തോൽവി സമ്മതിച്ചോ? നമ്മൾ തോറ്റിരിക്കണം മുത്തപ്പ. നമ്മളെ കയ്യില് കളിക്കാൻ എനിക്കായില്ല. പടച്ചോനെ വിചാരിച്ച് ഇനി നമ്മളെ കൂടെ കളിക്കാൻ വരരുത്. അനക്ക് ആഴ്ചയിൽ ഒരു സംഖ്യ നമ്മൾ തരാ. അത് പറ്റൂല. അവൻ അങ്ങനെ കൈക്കൂലി ഒന്നും കൊടുക്കേണ്ട. അത് പോക്കരെ, നിങ്ങൾ സൈനബാന് ഓന് കെട്ടിച്ചോട്. പിന്നെ നിങ്ങളെ ശല്യപ്പെടുത്താൻ ഓൻ വരൂല. നിങ്ങളത് മാത്രം പറയരുത്. നമ്മുടെ മോള് പഠിച്ചവനെ ഓർത്ത് മുത്തപ്പ കാലി നമ്മൾ പിടിക്ക. ഏടാ പോക്കരെ, മുത്തപ്പ പോക്കറ്റ് നിർത്തിയെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അവൾ അവനെ എങ്ങനെ ഏൽപ്പിക്കും. സൈനബേനെ കൊണ്ട് അവർ അന്തസ്സായിട്ട് ജീവിക്കും. അപ്പറഞ്ഞത് ന്യായം. പോക്കരെ, നിങ്ങൾ ഈ കല്യാണത്തിനങ്ങ് സമ്മതിക്ക് പോക്കരെ. സമ്മതിക്ക്. എന്താടോ പോക്കരെ, എപ്പോഴും ഒരേ കുത്തിരിപ്പാണല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായി. അവൻ അവളെ നല്ലോണം നോക്കണമുണ്ട്. പിന്നെ താൻതിനാടോ ഇങ്ങനെ വിഷമിക്കുന്നത്? പോക്കരെ, നിങ്ങൾ എഴുന്നേറ്റ് പഴയ പോലെ ആ ചീട്ടൊക്കെ എടുത്തൊന്ന് കളിച്ചേ. നിങ്ങളുടെ ചീട്ടുകൾ ഇല്ലാത്തതുകൊണ്ട് ഈ നാടാകെ ഉറങ്ങിയതുപോലെയാ. ഇനി എന്തിനാ ഏമാനെ കളിക്കണത്? നമ്മൾ ഈ കളിച്ചതും സമ്പാദിച്ചതും നമ്മുടെ മോക്ക് വേണ്ടിയാണ്. മക്കളുടെ നിക്കാഹ് നമ്മുടെ വലിയ സ്വപ്നമായിരുന്നു. അത് കഴിഞ്ഞില്ലേ? ഇനി ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? മാമ, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മളോട് പറ. ഇപ്പൊ നമ്മൾ വിചാരിച്ചാലും ഈ നാട്ടില് ചിലതൊക്കെ നടക്കും. അത് നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മൾ 23 കൊല്ലം ഷീറ്റ് കളിച്ചിട്ടുണ്ട്. ഈ കാലത്തിനിടയിൽ പല വമ്പന്മാരായിട്ട് മുട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ ആരും തോപ്പിച്ചിട്ടില്ല. പക്ഷെങ്കി നമ്മളെ തോപ്പിച്ച്. അതെങ്ങനെയാണ് പറ മോനെ. അത് നമ്മുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ മോനെ. ഈ ഷീട്ട് കളിയിൽ ഒരു സംഗതിയുണ്ട്. ഒരിക്കൽ നമ്മ ഷീട്ട് കമത്തിയാല് ഞമ്മക്കും പടച്ചാമ്പ്രാനും അല്ലാണ്ട് വേറെ ആർക്കും അറിയാൻ കഴിയൂല അതിന് ശുഭ ഏതാണ് ബജ്ജ് ഏതാണെന്ന്. പക്ഷെ അത് കണ്ടുപിടിച്ച് അതെങ്ങനെയാണ് മാമാനോട് പറ മോനെ. മാമ വിഷമിക്കണ്ട, അതൊക്കെ നമ്മുടെ ട്രിക്കല്ലേ. ട്രിക്ക? എന്ത് ട്രിക്ക്? മാമയുടെ കയ്യിൽ ഷീറ്റ് ഇരിപ്പണ്ട, അതിങ്ങെടുക്ക്. മാമ, ഈ ഷീട്ടിലോട്ട് സൂക്ഷിച്ചു നോക്കി. ഇതിൽ സൂചി കൊണ്ട് കുത്തിയ 2 തുള കണ്ട? കണ്ട്. അതാണ് നമ്മുടെ ട്രിക്ക്. അതിന് ഷീറ്റ് നമ്മളെ കയ്യിലല്ലേ? അതിന് നീ എങ്ങനെ തുളയിട്ട്? അവോ, തുളയിട്ടത് നമ്മളല്ല. പിന്നെ ആരാ? അത് നമ്മുടെ സൈനബാണ്. ഓട ബുദ്ധിയാ. എന്റെ റബ്ബേ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർത്തിയ പുന്നാര മോള് സൈനബയാ? അതേന്ന്. സൈനബേ, എന്താ പാപ്പാ? നമ്മൾ ഈ കേട്ടത് ശരിയാണോ? നീയാണോ ഈ ഷീറ്റിൽ തുളയിട്ടത്? നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. പെമ്മക്കൾ ഒന്നിനെയും ജീവനോടെ വെച്ചേക്കാമോ? ക്ഷമിക്കുന്നേ, ഞാനല്ലേ പറയുന്നത്. വാ.
പൈങ്കിളിക്ക് പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാര പാൽ കുഴമ്പാണു നീ പാലാണ് തേനാണെൻ കൽവിലെ പൈങ്കിളിക്ക് പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാര പാൽ കുഴമ്പാണു നീ കൂട്ടിന്നു നീ വരുമോ പാട്ടുമായി നീ വരുമോ മറ്റാരുമില്ല കിളി കൂടിതിൽ കൂട്ടിന്നു നീ വരുമോ പാട്ടുമായി നീ വരുമോ മറ്റാരുമില്ല കിളി കൂടിതിൽ ഇങ്ങു മറ്റാരുമില്ല കിളി കൂടിതിൽ പാലാണ് തേനാണെൻ കൽവിലെ പൈങ്കിളിക്കു പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാര പാൽ കുഴമ്പാണു നീ കാടെല്ലാം പൂത്തു പൂത്തു കൈലി ചുറ്റണ കാലത്ത് കാണാമെന്നോതിയില്ലേ സൈനബ തമ്മി